സിനിമാ പ്രേമികൾ അക്ഷമയോടെ കാത്തിരിക്കുന്ന രണ്ട് ബിഗ് ബഡ്ജറ്റ് സിനിമകളുണ്ട്. നടിപ്പിൻ നായകൻ സൂര്യ നായകനായെത്തുന്ന കങ്കുവയും ചിയാൻ വിക്രം നായകനായെത്തുന്ന തങ്കലാനും. വ്യത്യസ്ത പ്രമേയം കൊണ്ടും ബഡ്ജറ്റ് കൊണ്ടും മേക്കിംഗ് കൊണ്ടുമെല്ലാം പ്രഖ്യാപനം മുതൽ ശ്രദ്ധ നേടിയ ഇരു ചിത്രങ്ങളും എന്ന് റിലീസിനെത്തുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ഇന്ന് വരും നാളെ വരുമെന്ന് പറയുന്നത് പോലെയാണ് രണ്ട് ചിത്രങ്ങളുടെയും അവസ്ഥ. വിക്രം നായകനായെത്തുന്ന തങ്കലാൻ 2023 ജൂലൈയിൽ ചിത്രീകരണം കഴിഞ്ഞതാണ്. 2024 ജനുവരി 26 തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാകാത്തതുകൊണ്ട് തന്നെ ഏപ്രിലിലേക്ക് മാറ്റിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ശേഷം ജൂൺ ജൂലൈ മാസങ്ങളിലാകും റിലീസിനെത്തുകയെന്നാണ് അറിയിച്ചിരുന്നത്. ജൂണും കഴിഞ്ഞ് ജൂലൈ ആകാറായിട്ട് പോലും റിലീസ് സംബന്ധിച്ച് വാർത്തകളൊന്നും തന്നെ ഇതുവരെ പുറത്തെത്തിയിട്ടില്ല. സൂര്യയുടെ കങ്കുവ ആണെങ്കിലും ഫെസ്റ്റിവൽ റിലീസായി ഏപ്രിൽ 11 റിലീസിനെത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ആ തീയതിയും പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ചിത്രത്തിന്റെ റിലീസ് അടുത്ത വർഷം ഫെബ്രുവരിയിലേക്ക് നീട്ടിയെന്ന തരത്തിലും അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇവയെല്ലാം തള്ളി നിർമ്മാതാക്കൾ തന്നെ രംഗത്തെത്തിയിരുന്നു. കങ്കുവ റിലീസ് 2025 മാറ്റിയെന്നത് അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്നും വ്യാജ വാർത്ത പ്രചരിപ്പിക്കരുതെന്നുമാണ് നിർമ്മാതാക്കൾ അന്ന് വ്യക്തമാക്കിയത്. അപ്പോഴും റിലീസ് തീയതിയുടെ കാര്യത്തിൽ വ്യക്തത നൽകിയിട്ടില്ല. രണ്ട് ചിത്രങ്ങളുടെയും റിലീസ് തീയതി മാറ്റിയതിൽ നിരവധി ട്രോളുകളാണ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. കാത്തിരിപ്പ് തുടങ്ങി കാലങ്ങളായെന്നും ഇനി എത്ര കാലം ഈ കാത്തിരിപ്പ് തുടരണം തുടങ്ങി ചോദ്യങ്ങൾ നീണ്ടുപോകുന്നുണ്ട്. ചിത്രീകരണം കഴിഞ്ഞിട്ടും ഇത്രയും നീണ്ടുപോകുന്നതിന്റെ കാരണമാണ് ആരാധകർക്ക് പ്രധാനമായും അറിയേണ്ടത്. ട്രെയിലറും ഗ്ലിംസും പോസ്റ്ററുകളുമെല്ലാം എത്തിയ സ്ഥിതിക്ക് നീട്ടിവെക്കേണ്ട ആവശ്യമില്ലെന്നും ആരാധകർ പറയുന്നുണ്ട്. നടൻ വിക്രമിന്റെ ഇതുവരെ കാണാത്ത രൂപഭാവങ്ങൾ തന്നെയാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന തങ്കലാൻ പ്രഖ്യാപനം മുതൽ സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയാകാൻ കാരണം. 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കോലാർ സ്വർണ്ണഖനി പശ്ചാത്തലമായി ഒരുക്കുന്ന പീരിയോഡിക്കൽ ആക്ഷൻ ചിത്രം പ്രധാനമായും തൊഴിലാളികളുടെ അതിജീവനത്തിനും സ്വാതന്ത്ര്യത്തിനുമായുള്ള പോരാട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. മെൽ ഗിബ്സൺ സംവിധാനം ചെയ്ത ഹോളിവുഡ് ചിത്രം അപ്പോകലിപ്റ്റോ പോലുള്ള സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കിംഗ് ശൈലിയാണ് ചിത്രത്തിനായി രഞ്ജിത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രേക്ഷകരെ മുൾമുനയിലെത്തിക്കുന്ന യുദ്ധരംഗങ്ങളും മറ്റും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടീസറിൽ വിക്രത്തിന്റെ അതിഗംഭീര പ്രകടനമാണ് കാണാൻ സാധിക്കുക. സിനിമാ പ്രേമികളെയും പിടിച്ചിരുത്തുന്ന എല്ലാ ഘടകങ്ങളും ഉണ്ടാകുമെന്ന സൂചനയും ടീസർ തരുന്നുണ്ട്. വിക്രമിന്റെ കരിയറിലെ മികച്ച വഴിത്തിരിവായിരിക്കും ഈ സിനിമയെന്നാണ് ടീസർ കണ്ടതിന് ശേഷം ആരാധകർ ഒന്നടങ്കം പറയുന്നത്. മാത്രമല്ല ചിത്രത്തിൽ വിക്രത്തിന്റെ മേക്ക് ഓവറും ഇതിനോടകം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. സിനിമയുടെ BTS വീഡിയോകളും ഗ്ലിംസും വിക്രമിന്റെ മേക്ക് ഓവറും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിരുന്നു. നടന്റെ മറ്റൊരു കരിയർ ബ്രേക്കാണ് വരാനിരിക്കുന്നതെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. പാർവതി തിരുവോത്തും മാളവിക മോഹനുമാണ് ചിത്രത്തിൽ നായികമാരായി എത്തുന്നത്. രജനീകാന്ത് നായകനായ അണ്ണാത്തേക്ക് ശേഷം സിരുത്തൈ ശിവ സംവിധാനം ചെയ്യുന്ന കങ്കുവയും ബ്രഹ്മാണ്ഡ ചിത്രമെന്ന രീതിയിൽ സിനിമാ പ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ചിത്രമാണ്. തങ്കലാനിലെ വിക്രത്തിന്റെ ലുക്ക് പോലെ തന്നെയാണ് കങ്കുവയിലെ സൂര്യയും. നടന്റെ ഇതുവരെ കാണാത്ത വേഷപ്പകർച്ചയാണ് ചിത്രത്തിലുള്ളത്. 10 ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന ചിത്രം പ്രധാനമായും കങ്കുവ എന്ന ഗോത്ര സമൂഹത്തെക്കുറിച്ചുള്ള കഥയാണ് പറഞ്ഞു വെക്കുന്നത്. 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന കങ്കുവയിൽ 3 വ്യത്യസ്ത ഗെറ്റപ്പുകളിലാണ് സൂര്യ എത്തുക. സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും മുടക്കുമുതലുള്ള ചിത്രത്തിൽ നായികയായി എത്തുന്നത് ദിശ പട്ടാണിയാണ്. ബോബി ഡിയോളാണ് സിനിമയിൽ വില്ലനായി എത്തുന്നത്. ബോബി ഡിയോളിന്റെ കോളിവുഡ് അരങ്ങേറ്റം കൂടിയാണ് കങ്കുവ. അനിമൽ സിനിമയിൽ ഏറെ ആഘോഷിക്കപ്പെട്ട വില്ലൻ വേഷത്തിന് ശേഷം ബോബി ഡിയോളിന്റേതായി റിലീസിനെത്തുന്ന ചിത്രമെന്ന പ്രത്യേകതയും കങ്കുവയ്ക്കുണ്ട്. 3Dക്ക് പുറമെ 2Dയിലും IMAX സ്ക്രീനുകളിലും കങ്കുവ റിലീസിനെത്തും. UV ക്രിയേഷൻസിന്റെ ബാനറിൽ വംശി പ്രമോദും സ്റ്റുഡിയോ ഗ്രീനിന്റെ ബാനറിൽ KE ജ്ഞാനവേൽ രാജയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. എന്തായാലും ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾക്കായി ചില്ലറ കാത്തിരിപ്പൊന്നുമല്ല പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ളത്. എന്ന് റിലീസിനെത്തിയാലും തിയേറ്ററുകളിൽ വൻ വരവേൽപ്പായിരിക്കും ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.